നമുക്ക് ജീവിതത്തിൽ പലരുടെയും കൂടെ സഹകരിച്ച് ജീവിച്ചു പോകേണ്ടി വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുള്ള കാര്യമാണ്, ഇയാളെ കൂടെ നമുക്ക് പറ്റില്ല, ഇയാൾ നമുക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു നോട്ടെ. ഇത് നാരങ്ങയുടെ വൃക്ഷമാണ്. ഇത് പൂവും കൂടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചെടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഈ ചെടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിൽ എന്തിനെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക? ഇതിൻ്റെ മുള്ളിനെയാണോ, ഇതിൻ്റെ ഇലയാണോ, ഇതിലുണ്ടാകുന്ന നാരങ്ങയാണോ? അതായത് ഇത്രമാത്രം ജീവിതത്തിൽ ആരുടെ കൂടെ സഹകരിച്ചു പോയാലും യാതൊരു വിഷയവുമില്ല. അയാൾ നൽകുന്ന ഔട്ട്പുട്ട് എന്താണ്, നമുക്ക് നൽകുന്നത് എന്താണോ അതിനെ വേർതിരിച്ച് നമുക്ക് ആവശ്യമുള്ളതിനെ എടുക്കാൻ സാധിക്കുക. ഇതിനെ മുള്ളിനെ ശ്രദ്ധിക്കാതെ, ഇതിൻ്റെ മറ്റു കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ നാരങ്ങയെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്കെല്ലാം ഫലപുഷ്ടമായി തോന്നും, എല്ലാം ഗുണകരമായി മാറും. അത്രമാത്രം ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവരെ കാര്യങ്ങൾ ഓർക്കുന്നതിനൊപ്പം നമുക്കതിൽ നിന്ന് എന്താണ് നേടാനുള്ളത് മാത്രം ഓർത്താൽ ജീവിതം ധന്യമായി സുഹൃത്തുക്കളെ. താങ്ക് യു വെരി മച്ച്.